ഹായ് ഓൾ, വെൽക്കം ടു KS ഓൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി എടുത്തു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു, 2 ഇയർ 3 ഇയർ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒരു ഷോർട്ട് കട്ട് മെത്തേഡും പഠിച്ചു അല്ലേ. അതിൻ്റെ ബാക്കി ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ചെയ്യാം. അപ്പോൾ അത് കഴിവതും നിങ്ങൾ ആ ഒരു പാർട്ട് കണ്ടിട്ട് ഇതിലോട്ട് ഈ ഒരു ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്നാലും ഇതിൻ്റെ കുറച്ച് കണ്ടിന്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവണം. നിങ്ങൾ ആ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇത് കാണുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the compound interest on a certain sum of money at 5% for 2 years is 512.50. Find the sum. എന്താണ്? 2 വർഷത്തേക്ക് 5% പലിശയിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഏതോ ഒരു സം ഇട്ടപ്പം 512.50 റുപ്പീസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി എങ്കിൽ സമ്മ് അല്ലെ. ഇതേപോലെ നമ്മൾ ചെയ്തിരുന്നു. എന്താണ്? സം തന്നിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആ ഒരു മെത്തേഡ് തന്നെയാണെന്ന് ഞാൻ ആ ടൈമിൽ പറഞ്ഞായിരുന്നു അല്ലെ. അതായത് ഒരു സമ്മും ഒരു റേറ്റും ഒരു വർഷവും തന്നിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു? നമ്മൾ 100 എന്നെടുക്കും, റേറ്റ് എന്താണോ അതിനനുസരിച്ച് 100 പ്ലസ് ദാറ്റ് റേറ്റ് കൊടുക്കും അല്ലെ. ഇവിടെ 5 ആണ്, സോ 105. അങ്ങനെ ഇത് നമ്മൾ എത്ര തവണ എഴുതും? എത്ര വർഷമാണോ അത്രയും തവണ നമ്മൾ എഴുതും. ക്ലിയർ ആണോ? സോ ഇനി കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നമ്മളതിനെ ചെറിയ രൂപത്തിലാക്കും അല്ലെ. 20, 21. പിന്നെ എന്തായിരുന്നു ചെയ്യുന്നത്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ദാറ്റ് ഈസ് 400. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ 21 സ്ക്വയർ 441 അല്ലെ. ഇതായിരുന്നു നമ്മുടെ പ്രിൻസിപ്പിൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ എമൗണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നു. എങ്കിൽ ഇതിന്റെ ഡിഫറൻസ് ആയ 41 ആണ് എന്ത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതായത് 400 റുപ്പീസിന് 41 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി സം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും 400 ഇന്നതാണ് എങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര ആണെന്ന് ചോദിക്കും. ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് 41 ആണ് 512.5 അല്ലെ. എങ്കിൽ 400 പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി 41 ഇൻറ്റു എന്തെങ്കിലും ചെയ്താൽ ഈ 512.5 കിട്ടുമോ നോക്കി. യൂണിറ്റ് പ്ലേസ് വെച്ച് നമുക്ക് 5 നോക്കാം അല്ലെ. 5 നോക്കുമ്പോൾ ഇത് കിട്ടത്തില്ല. അത് 5 എൻ്റെ ഏതെങ്കിലും 2 ഡിജിറ്റോ 3 ഡിജിറ്റോ നമ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ അത് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 5125നെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. നമ്മുടെ ആൻസർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പോയിന്റ് ഒന്നും അല്ല അല്ലെ. നല്ല നമ്പേഴ്സ് ആണെങ്കിൽ ഇത് എന്തായാലും ഡിവൈഡ് ആയി പോകും. ഓക്കെ, അപ്പൊ ഡിവൈഡ് ചെയ്തോളുക. എന്തോരും? 41 0 102 അല്ലെ. 41 ഇൻറ്റു 2 അല്ലെ. 82 0 2 205 അല്ലെ. 41 ഇൻറ്റു 5 അല്ലെ. 41 ഇൻറ്റു 5 ആണ് 204. അപ്പൊ എന്തോരും? 125. സോ ഇൻറ്റു 125. പിന്നെ പോയിന്റ് വരണമെങ്കിൽ ഒരു പോയിന്റ് കൂടെ ഇടുക. അപ്പൊ 41 ഇൻറ്റു 12.5 ചെയ്താലാണ് നമുക്ക് 512.5 കിട്ടുന്നത്. അപ്പൊ എന്ത് വേണം? 400നെയും എന്ത് ചെയ്യണം? 12.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. ചെയ്ത് നോക്കി. 125 ഇൻറ്റു 4 എന്ത് വരും? 500 അല്ലെ. ദാറ്റ് ഈസ് 5000. 2 സീറോ ഉണ്ട്, അതിൽ ഒരു സീറോ എന്താണ്? പോയിന്റ് നമുക്ക് മാറ്റണം അല്ലെ. സോ 5000 ആൻസർ വരും. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി 5000. അപ്പം ഇൻട്രസ്റ്റ് തന്നിട്ട് സം ചോദിച്ചാലും അതേപോലെ സം തന്നിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the compound interest on a certain sum of money at 5% for 3 years is rupees 630.50. Find the sum. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത്? 100:105 അല്ലെ. റേറ്റ് 5 ആയതുകൊണ്ട് 105 എന്ന് എഴുതി. എത്ര തവണ എഴുതണം നമ്മൾ? 3 തവണ അല്ലെ. 3 ഇയേഴ്സ് ആയതുകൊണ്ട് ചെയ്തേ. 100:105. ഓക്കെ. ഇനി 2 വെച്ച് 5 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 20 21 20 21 20 21 അല്ലെ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തേ. 8000 എന്ന് ഇവിടെ വരും. 21ന്റെ ക്യൂബ് എടുക്കണം. 21 സ്ക്വയർ 441. 441 ഇൻറ്റു 21 44288 എന്തോരും? 1629 അല്ലെ. 9261 എന്ന് കിട്ടും. 21 ക്യൂബ്. അതായത് 8000 ആണ് നമ്മുടെ പ്രിൻസിപ്പിള്, 9261 ആണ് നമ്മുടെ എമൗണ്ട്. ഇവരുടെ ഡിഫറൻസ് ആയ 1261 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇനി ക്വസ്റ്റിനെ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര എന്നാണ്? 630.50. അപ്പൊ ഈ 1261 ആണ് 630.5 എങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിള് എങ്ങനെ മാറും? ക്ലിയർ ആണോ? ഓക്കെ, നോക്കിയേ. 1261 എന്തെങ്കിലും ചെയ്താൽ 1 ആണ്. യൂണിറ്റ് പ്ലേസിൽ 5 വരണമെങ്കിൽ ഇൻറ്റു 5 ഒന്ന് ചെയ്ത് നോക്കിയേ.
വരുന്നുണ്ടല്ലേ. 1261 into 5 ചെയ്താൽ 6305 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ into 5 ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് 0.5 അല്ലെ. സോ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇവിടെയും നമുക്ക് 0.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 8000 into 0.5 എന്ത് വരും? 4000. ക്ലിയർ ആണോ? ഓപ്ഷൻ എ 4000 എന്ന ആൻസർ വരും. Next question. If the compound interest on a certain sum for 3 years at 5% be rupees 50.44, what would be the simple interest for the same rate and same time period? എന്താണ്? ഏതോ ഒരു സമ്മിന് 3 വർഷത്തേക്ക് 5% നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇട്ടാൽ നമുക്ക് 50.44 കിട്ടും അല്ലെ. ദെൻ വാട്ട് വുഡ് ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ്? ഇത് അതേ റേറ്റിലും അതേ ടൈം പീരീഡിലും നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് ഇടുന്നതെങ്കിൽ എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് കേസിൽ നിന്ന് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, 3 ഇയർ ഉണ്ട്, 5% റേറ്റ് ഉണ്ട്, നമുക്ക് സം കണ്ടുപിടിക്കാം. അതേ സമ്മ് തന്നെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആ റേറ്റിനും അതേ ടൈം പീരീഡിലുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചാൽ പോരായോ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ സം കണ്ടുപിടിക്കുക അല്ലെ. സോ 100 ഈസ് ടു എന്താ റേറ്റ് 105 അല്ലെ. ഓക്കെ, 3 വർഷം. സോ നമ്മൾ നേരത്തെ ചെയ്ത അതേ വാല്യൂ തന്നെയാണ്. 100 ഈസ് ടു 105. നമുക്കറിയാം കട്ട് ചെയ്യുന്നു. 8000 എന്നും നമുക്ക് 9261 നമ്മൾ നേരത്തെ ചെയ്തല്ലായിരുന്നോ? ഡിഫറൻസ് 1261. അതായത് ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഏതാ തന്നിരിക്കുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് അല്ലെ. 1261 എന്ന് പറയുന്നത് 50.44 ആണ്. എങ്കിൽ 8000 എങ്ങനെ മാറും? ക്ലിയർ അല്ലേ? ഓക്കെ, 1261 ഇൻറ്റു എന്തെങ്കിലും ചെയ്താൽ 5044 കിട്ടുമോ നോക്കിയേ. യൂണിറ്റ് പ്ലേസ് 4 ഇട്ടണമെങ്കിൽ ഇവിടുന്ന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ആണ് അല്ലെ. 1261 ഇൻറ്റു 4 5044 ആണ്. അപ്പൊ നമുക്ക് 4 ഉണ്ട്, 2 പോയിന്റ് ഇടണമെങ്കിൽ 0.04 കൊണ്ടാണ് മൾട്ടിപ്ലൈ അല്ലേ. സോ 8000 ഇൻറ്റു 0.04. 8 ഇൻറ്റു 4 32, ഒരു 0 അല്ലെ. 2 0 പോകത്തില്ല, 2 ഡെസിമൽ ഉണ്ട്. സോ 320 ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ കിട്ടുന്നത്. ഇനി ഈ പ്രിൻസിപ്പിളിന് സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്ത് കിട്ടുമെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? SI ഈക്വൽ ടു PNR/100 അല്ലെ. ഓക്കെ, അപ്പൊ P എന്താ വരുന്നത്? 320 ഇൻറ്റു 5 ഇൻറ്റു 3/100. സോൾവ് ചെയ്തോ. 0 0 കട്ട് ചെയ്തു, 2 കട്ട് ചെയ്തു, 16 അല്ലെ. 16 ഇൻറ്റു 3 48 റുപ്പീസ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വരുന്നത്. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. At what rate % of compound interest does a sum of money become 4-fold in 2 years? 2 വർഷം കൊണ്ട് ഏത് റേറ്റിലാണ് നമ്മളൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇട്ടാൽ അത് 4 ഇരട്ടിയാവുക അല്ലെ. റേറ്റ് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുക, ഇയർ കണ്ടുപിടിക്കുക, അങ്ങനെയുള്ളതെല്ലാം വന്നാൽ നമ്മുടെ A is equal to P into 1 plus R by 100 raised to അല്ലെ. ആ ഒരു ഇക്വേഷനിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ A is equal to ആ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. P into 1 plus R by 100 raised to. അതായത് നമ്മൾ എമൗണ്ടിന്റെ ഇക്വേഷൻ ആണ് കാണുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ എമൗണ്ട് എന്താണ്? നമ്മൾ 100 ആണ് പ്രിൻസിപ്പിൾ ഇട്ടതെങ്കിൽ എത്ര ആയെന്നാ പറയുന്നത്? 4-fold, 4 ഇരട്ടി, ദാറ്റ് ഈസ് 400 ഇൻറ്റു 1 പ്ലസ് R by 100 raised to 2. ഇനി ഇത് സോൾവ് ചെയ്ത് 6 കണ്ടുപിടിച്ചാൽ പോരായോ? ഈ 100 ഇവിടെ വന്നാൽ ഇതില്ലെങ്കിൽ 0 കട്ട് ചെയ്താൽ 4 is equal to 1 plus R by 100 raised to 2. എന്താ ഇത്? പവർ എക്സ്പോണൻസ് വരും അല്ലേ. അതായത് ബേസ് സെയിം ആണെങ്കിൽ അല്ലെങ്കിൽ പവർ സെയിം ആണെങ്കിൽ ബേസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലെ. 4നെ അപ്പൊ എന്തെങ്കിലും സ്ക്വയർ ആയിട്ടെന്ന് എഴുതിയ 2 സ്ക്വയർ അല്ലെ. 2 സ്ക്വയർ is equal to 1 plus R by 100 raised to 2. ഓക്കെ, അപ്പൊ നമുക്ക് അതല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്നു പറഞ്ഞു. അത് തന്നെയാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് ചെയ്യുക. അപ്പൊ 2 വരും, ഇവിടെ 1 plus R by 100 അല്ലെ. ദാറ്റ് ഈസ് 2 equal to 1 plus R by 100. സോ R by 100 എന്ന് പറഞ്ഞാൽ 2 minus 1 1. R equal to 100%. ഓക്കെ അല്ലേ? R എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 100%. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In how many years a sum of rupees 5000 will become an amount of rupees 5832 at compound interest of 8% per annum? എത്ര വർഷം കൊണ്ടാണ് 5000 എന്ന് പറഞ്ഞ സമ്മ് എത്ര ആവും? 5832 റുപ്പീസ് ആകുന്നത് അല്ലെ. എത്രയാണ്? 8% റേറ്റിൽ. അപ്പൊ നമ്മുടെ ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞു A is equal to ആ ഒരു ഇക്വേഷൻ ഇടുക. എയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? 5832 equal to 5000 into 1 plus 8 by 100
റേസ് ടു n അല്ലെ. n നമുക്കറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ഇനി എന്താ സോൾവ് ചെയ്യേണ്ടത്? ഇത് താഴോട്ട് വരട്ടെ. 5832 by 5000 equal to 1 plus 8 by 100 raised to n അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ 2500, ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 2916. ഇനി നിങ്ങൾക്ക് നോക്കി മനസ്സിലായി 25 ഇത് താഴത്തത് നിങ്ങൾ നോക്കുക, 0 ഒക്കെ ഉള്ളത് 2500 എന്ന് പറഞ്ഞാൽ എന്താണത്? എന്തിന്റെ സ്ക്വയർ? 50യുടെ സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെയും അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റണം. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം. 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി, ഇവിടെ 50 ആയി അല്ലേ. സോ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് വരും? 54 by 50 raised to n അല്ലേ. ഓക്കെ, ഇങ്ങനെ ശ്രദ്ധിക്കുക. a raised to n equal to b raised to n എന്ന് എഴുതാൻ നമുക്ക് a is to b എന്ന് എഴുതാം അല്ലെ. പവറുകൾ സെയിം ആയാൽ നമുക്ക് ബേസുകളെ സെയിം ആക്കാം. ഇനി നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതുന്ന a raised to n equal to എന്താ a raised to m അല്ലെ. അതായത് ബേസുകൾ സെയിം ആവുകയാണെങ്കിൽ നമുക്ക് പവറുകളെ ഇക്വേറ്റ് ചെയ്യാം. ഒന്ന് മനസ്സിലായിക്കോളുക. അപ്പൊ ഈ രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം, അതായത് നമുക്ക് n കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ബേസ് ഈക്വൽ ആക്കിയാൽ അപ്പൊ നമുക്ക് പവറുകളെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 25 എന്ന് പറഞ്ഞാൽ 50 ആണെന്ന് അറിയാം. മറ്റേത് നിങ്ങൾ ചെയ്ത് നോക്കി 50യുടെ സ്ക്വയർ ആണെന്ന് മനസ്സിലാക്കിയാൽ ഇത് എന്തായാലും 54ന്റെ സ്ക്വയർ ആയിരിക്കും, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 54ന്റെ സ്ക്വയർ ആണ് 2916 എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് 54 by 50 the whole square എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ ബേസുകൾ ഈക്വൽ ആണ്, സോ നമുക്ക് പവറുകളെ ഇക്വേറ്റ് ചെയ്യാം. അതായത് n equal to 2 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A certain amount will be rupees 2500 after 4 years with compound interest. The same amount will be rupees 3500 after 6 years. Then how much will it be after 8 years? ഒരു തുക ഇട്ടാൽ 4 വർഷം കഴിയുമ്പോൾ അത് 2500 ആവും. ഇനി അതേ എമൗണ്ട് തന്നെ നമ്മൾ 6 വർഷത്തേക്കാണ് ഇടുന്നതെങ്കിൽ അത് 3500 ആവും അല്ലെ. ആകുമെന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ആണ്. അതായത് നമ്മളിപ്പോൾ 100 രൂപയുടെ 200 ആകുമെന്ന് പറഞ്ഞാൽ എന്താണ്? 100 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിൻസിപ്പൾ, 200 എന്ന് പറഞ്ഞാൽ നമ്മുടെ എമൗണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതേ തുക തന്നെ 8 വർഷം കഴിയുമ്പോൾ എത്ര ആകും എന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2500 ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് 6 നമുക്കറിയത്തില്ല 100 റേസ് ടു 4. ഇത് ഫസ്റ്റ് പറഞ്ഞ കാര്യം നമ്മൾ ഇക്വേഷനിൽ എഴുതി അല്ലെ. എ എന്ന് പറഞ്ഞ 2500 ആണ്, പി നമുക്ക് അറിയത്തില്ല, ലെറ്റ് ഇറ്റ് ബി പി എന്ന് നമ്മൾ കൊടുത്തു. 1 പ്ലസ് റേറ്റ് നമുക്ക് അറിയത്തില്ല, 6 എന്ന് തന്നെ കൊടുത്തു, r by 100 റേസ് ടു 4. അടുത്ത പറയുന്നത് അതേ എമൗണ്ട് തന്നെ അല്ലെ, അതേ പി തന്നെ 1 പ്ലസ് r by 100 6 വർഷത്തേക്ക് ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടും? 3500 കിട്ടും അല്ലെ. ഇനിയും ചോദിക്കുന്നത് എന്താ? 8 വർഷം കഴിഞ്ഞിട്ട്, അതായത് നമുക്ക് 8 വർഷം കഴിഞ്ഞ് എ കിട്ടുമെന്ന് പറയാം. ജസ്റ്റ് ലെറ്റർ നമ്മൾ എ കൊടുത്തതാണ്. പി ഇൻറ്റു 1 പ്ലസ് r by 100 റേസ് ടു 8. ഇതാണ് ഇത് രണ്ടാമത്തത് അല്ലെ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഈ എയുടെ വാല്യൂ കിട്ടണം. പി ഇൻറ്റു 1 പ്ലസ് r by 100 റേസ് ടു 8 കിട്ടണം. ഇനി ഒന്ന് നോക്കി, ഇത്രയും നമ്മുടെ കയ്യിലുള്ളൂ. ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. ഇതേ ഒരു മോഡലിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്തായിരുന്നു അല്ലെ, റേറ്റ് കണ്ടുപിടിക്കാനായിട്ട്. എന്ത് ചെയ്യാം? അവിടെ എങ്ങനെയാണ് ചെയ്തത്? ഈ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പി അങ്ങ് പോയി കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ ചെയ്ത് സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഈ സൈഡിൽ 35 0 കട്ട് ചെയ്താൽ 35 by 25 ഈക്വൽ ടു പിയും പിയും പോയി 1 പ്ലസ് r by 100 റേസ് ടു എന്ത് വരും? 6 by 4 എന്ന അല്ലെ. അപ്പൊ എന്താ? 4 എണ്ണം കളഞ്ഞാൽ 2 എണ്ണം അധികം വരും അല്ലെ. സോ ഇൻറ്റു 2, അതായത് 6 മൈനസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം a റേസ് ടു m by a റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്? a റേസ് ടു m മൈനസ് n ആണ്. a എന്ന് പറഞ്ഞാൽ 1 പ്ലസ് r by 100 ആയിട്ട് എടുത്താൽ മതി. 6 by 4, 6 minus 4 2 എന്ന് വരും. ഓക്കെ, ഇത് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എ കണ്ടുപിടിക്കണം. അതായത് പി യു ആറും നമ്മുടെ കയ്യിലില്ല. പി യു ആറും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കും. ഇവിടുന്ന് നമുക്ക് ആറ് കണ്ടുപിടിക്കാൻ പാടാ അല്ലെ. നമുക്ക് ഇതിനൊക്കെ നമ്മൾ അല്ലാത്ത സ്ക്വയർ റൂട്ട് ഒക്കെ എടുക്കേണ്ടി വരും. അത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ എളുപ്പം വേറെ ഏതുണ്ടെന്ന് നോക്കിയേ. ഇക്വേഷൻ 3/2 ഒന്ന് ചെയ്ത് നോക്കിയേ. എന്ത് വരും? ഈ ഇക്വേഷനും കൂടി ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ ഇവിടെ a by 3500 ഒന്ന് ഈ സൈഡ്. ഇനി ഈ സൈഡ് എന്ത് വരും? പിയും പിയും പോയിട്ട് 8ഉം 6ഉം അല്ലെ. അപ്പൊ എന്താ? അതും ചെയ്താൽ 1 പ്ലസ്
r/100 raised to 2 എന്ന് എഴുതി. മനസ്സിലായോ? ഇക്വേഷൻ 3/2 ചെയ്താൽ a/3500. ഇവിടെ p കട്ട് ചെയ്തു. ഇവിടെ 6 എണ്ണം ഉണ്ട്, ഇവിടെ 8 എണ്ണം അല്ലേ? ഇത് വെട്ടിക്കളഞ്ഞാൽ 2 എണ്ണം ആദ്യം വരും. 1 + r/100 സ്ക്വയർ. ഇനി ഈ 1 + r/100 സ്ക്വയറിന്റെ വാല്യൂ എന്താ? 35/25 ആണ്. അത് 2 കൊടുത്താൽ നമുക്ക് a കിട്ടത്തില്ലേ? അപ്പൊ സോൾവ് ചെയ്തേ. a/3500 ഈക്വൽ ടു 1 + r/100 35/25. a സോൾവ് ചെയ്താൽ എന്ത് വരും? 3500 into 35/25. സോൾവ് ചെയ്യാം. സോ ഇത് 100 അല്ലേ? 125 കൊണ്ട് വെട്ടിയാൽ 4 ആയി. സോ 35 സ്ക്വയർ ഇൻറ്റു 4 അല്ലേ? 35ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 25 12 അല്ലേ? 5 എൻഡ് ചെയ്യുന്ന നമ്പർ എല്ലാം നമുക്ക് വേഗം സ്ക്വയർ എടുത്തുകൂടായോ? 5ന്റെ സ്ക്വയർ എഴുതുക 25, പിന്നെ ഈ ഡിജിറ്റ് ഇവിടെ എഴുതിക്കുന്ന 10th പ്ലേസിലെ ഡിജിറ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഡിജിറ്റ് ഇൻറ്റു നെക്സ്റ്റ് ഡിജിറ്റ് 3 × 4 12. മനസ്സിലായോ? 5 എൻഡ് ചെയ്യുന്ന നമ്പർ. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ 25 പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ 625. അപ്പോൾ നോക്കിയാൽ മതി. 5ന്റെ സ്ക്വയർ 25. ഇവിടെ 2 ആണ്. 2 ഇൻറ്റു നെക്സ്റ്റ് ഡിജിറ്റ് 3. മനസ്സിലായോ? അപ്പൊ 2 × 3 625. അങ്ങനെയുള്ള 5 എൻഡ് ചെയ്യുന്ന എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ 35ന്റെ സ്ക്വയർ നമുക്ക് 1225 ഇൻറ്റു 4 അല്ലെ? എന്ത് വരും സോൾവ് ചെയ്താൽ? 20 10 10 5. ഓക്കെ, 5000 എന്ന് കിട്ടും ആൻസർ. ഓപ്ഷൻ ബി 5000. മനസ്സിലായി? അപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇക്വേഷൻ ആയിട്ടൊന്ന് എഴുതിയെടുക്കുക. കണ്ടുപിടിക്കാനുള്ളതും കൂടെ ഒന്ന് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പൊ നമുക്കത് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാവും. ക്ലിയർ ആണോ? അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്ത് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് പറയുവാണ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും കൂടെ കോമ്പിനേഷൻ ചോദിക്കും. അതായത് ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു ടേം ആയിരിക്കും. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതാണ് നമ്മൾ ഡിഫറൻസ് എന്ന് ഞാൻ DIFF എന്നാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ഡിഫറൻസ് അതായത് ഫോർ സെയിം ഇയർ, അതായത് 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും മൈനസ് ചെയ്ത് ക്വസ്റ്റ്യൻ പറയുക, അല്ലെങ്കിൽ 3 വർഷത്തെ ഡിഫറൻസ് അങ്ങനെ തന്നിട്ട് നമ്മളോട് സം ചോദിക്കാം, അല്ലെങ്കിൽ സം തന്നിട്ട് ഇവരുടെ ഡിഫറൻസും ചോദിക്കാം. അതിന്റെ ഒരു ഇക്വേഷൻസ് പഠിച്ചു വെച്ചേക്കുക. സം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ P ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു 100 സ്ക്വയർ ബൈ r സ്ക്വയർ. അതായത് r റേറ്റ്. ഇത് 2 വർഷത്തിന്റെ ഇക്വേഷൻ ആണ്. അതായത് 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് തന്ന് റേറ്റും തന്ന് നമ്മളോട് പ്രിൻസിപ്പിൾ ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഇട്ടാൽ മതി. P ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു 100 സ്ക്വയർ ബൈ r സ്ക്വയർ. ഇനി നമ്മളോട് ഡിഫറൻസ് തന്നിട്ട് ഇനി നമ്മളോട് പ്രിൻസിപ്പിൾ തന്നിട്ട് ഡിഫറൻസ് ചോദിച്ചാലും 2 വർഷത്തെ ആണെങ്കിൽ ഈ ഇക്വേഷനിൽ ഇടുക. ഇനി 3 വർഷത്തേന് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. P ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു 100 ക്യൂബ് അല്ലെ? നേരത്തെ 2 ആയിരുന്നപ്പോൾ സ്ക്വയർ, ഇവിടെയാണ് ക്യൂബ്, ബൈ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം കൂടെ ഉണ്ട്, r സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് r. ഇതാണ് 3 വർഷത്തത്. രണ്ടും കൂടെ ഒരുമിച്ച് കമ്പയർ ചെയ്ത് പഠിക്കുക. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും ഫോർ 2 ഇയറിന്റെ ഡിഫറൻസ് തന്നാൽ P ഈസ് ഈക്വൽ ടു എന്നാണ് ഡിഫറൻസ് ഇൻറ്റു 100 സ്ക്വയർ ബൈ r സ്ക്വയർ. ഇനി 3 വർഷത്തേക്കാണെങ്കിൽ പ്രിൻസിപ്പിൾ ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു 100 ക്യൂബ് ബൈ r സ്ക്വയർ ഇൻറ്റു 300 പ്ലസ് r. ഇത് രണ്ടും പഠിച്ചിരിക്കുക. അതേപോലെ അറിഞ്ഞിരിക്കേണ്ട ഒന്നും കൂടാണ് റേറ്റിന്റെ ഒരെണ്ണം കൂടെ. അതായത് ഡിഫറൻസ് തരിക. ഡിഫറൻസ് ഞാൻ ഈ DIFF എഴുതിയിരിക്കുന്നത് ഡിഫറൻസ് ആണ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള സെയിം ഇയറിന്റെ ഡിഫറൻസ്. ഡിഫറൻസ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ ഇൻറ്റു 100. മനസ്സിലായോ? അത് റേറ്റ് അത് എത്ര 3 വർഷത്തെ എന്ത് വന്നാലും കുഴപ്പമില്ല. ഇവിടെ എഴുതുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ തന്നെ എഴുതണം അല്ലെ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ 2 വർഷത്തെ 2 പേരുടെയും കൂടെ ഡിഫറൻസ് ആകാം, അല്ലെങ്കിൽ 3 വർഷത്തെ 2 പേരുടെയും കൂടെ ഡിഫറൻസ് ആകാം. അത് തന്നിട്ട് റേറ്റ് ചോദിച്ചാൽ എന്താണ്? ഡിഫറൻസ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ ഇൻറ്റു 100. ഈ 3 എണ്ണവും പഠിച്ചിരിക്കുക. ഓക്കെ, ഇത് വെച്ച് ചെയ്യുന്ന 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. First question. The difference between compound interest and simple interest on a certain sum of money at 10% per annum for 2 years is rupees 2.50. Find the sum. എന്താ ഡിഫറൻസ് തന്നിട്ടുണ്ട്, റേറ്റ് ഉണ്ട്, 2 ഇയേഴ്സിൻ്റെ അല്ലെ സം കണ്ടുപിടിക്കാൻ. അപ്പൊ 2 ഇയേഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്രിൻസിപ്പിൾ P ഈക്വൽ ടു ഡിഫറൻസ് ഇൻറ്റു 100 സ്ക്വയർ ബൈ r സ്ക്വയർ. ഓക്കെ, ഡിഫറൻസ് എത്രയാണ്? 2.50 ഇൻറ്റു 100 ഇൻറ്റു 100 അല്ലേ? ബൈ r സ്ക്വയർ എത്രയാണ്? 10 ഇൻറ്റു 10. സോൾവ് ചെയ്തേ. ഇത് ഈ 100 വെക്കുമ്പോഴത്തേക്ക് ആ പോയിന്റ് അങ്ങ് പോവല്ലോ.
So 250 into 100 by 10 into 10. Okay, ഇത് കട്ട് ചെയ്തു 250. പ്രിൻസിപ്പിൾ എന്ത് വന്നു 250. ഇപ്പൊ ഈക്വേഷൻ പഠിച്ചിരിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. Okay. Next question. Find the difference between compound interest and simple interest for the sum of rupees 2500 at 6% per annum for 2 years. ഇവിടെ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അതേ ഇക്വേഷനിൽ തന്നെ നിങ്ങൾ ഇട്ടിട്ട് കണ്ടുപിടിച്ചാൽ മതി. 2500 ഈക്വൽ ടു ഡിഫറൻസ് അറിയത്തില്ല ഇൻറ്റു 100 ഇൻറ്റു 100 ബൈ ആർ സ്ക്വയർ 6 ഇൻറ്റു 6. ക്ലിയർ ആണോ? 0 കട്ട് ചെയ്യാം. Then difference 25 into 6 into 6 by 100. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കട്ട് ചെയ്താൽ ഇവിടെ 4 ആയി, ഒരു 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 3, ഈ 2 6നെ കട്ട് ചെയ്താൽ 3 അല്ലേ. സോ ഡിഫറൻസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On what sum will the difference between simple interest and compound interest for 3 years at 5% per annum be rupees 12.20? അല്ലെ, 3 years. എന്തായിരുന്നു 3 years in equation? Principal equal to difference into 100 cube അല്ലെ by r square into 300 plus r അല്ലെ. 3 വർഷത്തിന്റെ ഇക്വേഷൻ ഇതാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്തോരും ഡിഫറൻസ് നിങ്ങൾ 12.20 ഇൻറ്റു 100 ക്യൂബ് അല്ലെ. അപ്പൊ ആ 12.20 അതൊക്കെ സ്റ്റെപ്പുകൾ അത്രയും കഴിവതും കുറച്ചോളൂ കേട്ടോ. 12.20 ഇൻറ്റു നമ്മൾ 300 എഴുതാൻ പോകും. അപ്പോൾ ഒരു 100 വെച്ചാൽ 12 അതിന്റെ പോയിന്റ് അങ്ങ് പോകത്തില്ലേ. സോ 1220 ഇൻറ്റു 100 ഇൻറ്റു 100 ബൈ ആർ അത്ര ആർ സ്ക്വയർ 5 അല്ലെ. 5 ഇൻറ്റു 5 ഇൻറ്റു 300 പ്ലസ് അറിഞ്ഞാൽ 305. നമുക്ക് കട്ട് ചെയ്യാം. നോക്കി 20 ആയി. ഇനി 305 എന്തെങ്കിലും ചെയ്താൽ 1220 കിട്ടുമോ നോക്കിയേ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതായത് ഇവിടെ നമുക്ക് 2ഓ 4ഓ എന്തെങ്കിലും വന്നാലേ 0 വരത്തുള്ളൂ. അതേപോലെ തന്നെ 3 ഇൻറ്റു 4 ചെയ്താൽ 12 റേഞ്ച് വരുന്നത് അല്ലേ. അപ്പൊ 305 ഇൻറ്റു 4 എന്ന് ചെക്ക് ചെയ്ത് നോക്കി. 305 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 20 2 12 അല്ലെ. സോ 4 കട്ട് ചെയ്തു. സോ 4 ഇൻറ്റു 2080 ഇൻറ്റു 20 1600. ഓപ്ഷൻ ഡി. Okay അല്ലേ. Next, the compound interest on a certain sum of money at a certain rate for 2 years is rupees 40.80 and the simple interest on the same sum is rupees 40. Find the rate of interest. എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, അതേ സമ്മിന്റെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റും അല്ലെ. അപ്പൊ സെയിം ഇയർ അല്ലെങ്കിൽ സെയിം റേറ്റ് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, 40 തന്നിട്ടുണ്ട്. നിങ്ങൾ റേറ്റ് പെർസെന്റ് കാണാം അല്ലെ. അതായത് ഡിഫറൻസ് എടുക്കാൻ നമുക്ക് പറ്റും അല്ലെ. ഡിഫറൻസ് എടുക്കാൻ പറ്റും, എന്നിട്ട് റേറ്റ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ ആ റേറ്റിന്റെ പഠിച്ച ഇക്വേഷൻ പോരായോ. റേറ്റ് ഈക്വൽ ടു എന്താണ്? ഡിഫറൻസ് ബൈ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 year ഇൻറ്റു 100. ഡിഫറൻസ് എത്രയാണ്? 40.80 40 അല്ലെ. അപ്പൊ 0.80 ബൈ ഇവിടെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 year ആണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ 2 year ആയിരിക്കും തന്നിരിക്കുന്നത് അല്ലെ. 2 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ എന്നുള്ള രീതിയിലായിരിക്കും തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 1 yearന്റെ കാണുക. 2 yearന്റെ 40 ആണ്. സോ 1 yearന്റെ 20 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? സോ 80 by 20 4% റേറ്റ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ സമ്മ് ചോദിക്കുവാണെങ്കിൽ റേറ്റ് ഇത് ചോദിക്കാതെ തന്നെ ഫൈൻഡ് ദ സം എന്നാണ് ചോദിച്ചെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതേപോലെ തന്നെ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാം. റേറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, 2 വർഷത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു എങ്കിൽ നമുക്ക് പി കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? ക്ലിയർ ആണോ? ആദ്യം നമ്മൾ ഇതേപോലെ റേറ്റ് കണ്ടുപിടിക്കും, എന്നിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ കോമ്പൗണ്ടിന്റെയും കണ്ടുപിടിക്കാം. അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഏറ്റവും എളുപ്പം സിമ്പിൾ അല്ലേ. അതുകൊണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിലായിട്ട് നമ്മൾ പി കണ്ടുപിടിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നത് മനസ്സിലായോ? ഇതേ ഒരു മോഡലിലെ ക്വസ്റ്റ്യൻ ആണ്. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൺ സം ഓഫ് മണി അറ്റ് സർട്ടൺ റേറ്റ് for 2 years is rupees 50.50 and the simple interest on the same sum is rupees 50. Find the rate of interest. അപ്പോൾ ഇതേ ഒരു മോഡലിലെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ നിങ്ങൾ ഇതിന്റെ സമ്മും കൂടെ ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈൻഡ് ദ സം ആണല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതൊന്ന് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ച ഈ ഒരു സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിലൂടെ ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ട് അത് നന്നായിട്ട് കാണുക. ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഷോർട്ട്കട്ട് മെത്തേഡിൽ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ നന്നായി കാണുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.